നിന്നോട് തുണി ഇല്ലാണ്ട് കയറാൻ പറഞ്ഞു. കല്യാണം പ്രമാണിച്ച് അമ്മു എല്ലാം വൃത്തിയാക്കണം. ആദ്യം ഫാനാ വൃത്തിയാക്കി തരുന്നത്. ഇതേതാ ഈ പുറകെ കയറുന്നത്. അമ്മു അണ്ണാണി അങ്ങനെ വന്നു. അണ്ണാണി ഒരുങ്ങുന്നു, പാവം അമ്മു പണിയെടുക്കുന്നു. അമ്മു ഇവിടെ വൃത്തിയാക്കുന്നു. ഇവിടെ കുറേശ്ശെ രണ്ട് സ്ലൈറ്റ്. അപ്പോൾ ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക ഓരോരോ ഭിത്തിയായിട്ട്. ഈ ഭിത്തി കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്ത്, കാര്യമായിട്ട് അടിച്ചില്ലെങ്കിലും എടുത്തിട്ടുണ്ട്. ഫർണിച്ചറെല്ലാം ഇതുപോലെ തുണിയിട്ട് മൂടി വെച്ചിരിക്കുക. വാക്യൂം ക്ലീനറെല്ലാമായിട്ട് പിടിച്ചിട്ട് പട്ടിയൊന്നും കയറാത്ത പോലെ വെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് പാപ്പാങ്ങി വന്നിട്ടുണ്ട്. ഏത് കുഞ്ഞ്? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അമ്മു വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അവർക്ക് കുറേ കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ പോകുന്നു. അങ്ങനെ ഞാനും അവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നു. അതാണിപ്പം നടക്കാൻ പോകുന്നത്. ഹെൽമെറ്റ് വെച്ച് അമ്മ നടക്കുന്ന ഒന്നും പറ്റാതിരിക്കും. സമയം അത്ര നല്ലതല്ല, കല്ലുമഴയൊക്കെ പെയ്യുന്ന സമയം. യാ അങ്ങനെ ക്യാമറമാനിലേക്ക് ക്യാമറ കൈമാറിയിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നു കൈസ്. അതൊരു1000 പിന്നെ വരുന്ന പെട്ട പാടാൻ എനിക്കറിയാം. അതെ, അമ്മു പണിഞ്ഞ താജ്മഹലാണ് എൻ്റെ തലയിൽ കാണുന്ന മുടി എല്ലാം പോയി. കുറച്ചൊരു കഴിഞ്ഞ് മുട്ട അടിച്ചിട്ട് നല്ല ചുരുളം മുടി ഫിറ്റ് ചെയ്യും. എന്താ ഹെൽമെറ്റ് പ്ലച്ചെന്നിരിക്കുന്നത്, ചുമപ്പങ്ങ് കൂടി. ഗേറ്റ് തുറക്കാൻ പോയ എൻ്റെ കുഞ്ഞ് വേണ്ടി വരുന്നു. കഥയിലെ നായകൻ അത് സ്ഥായിഭാവം കേട്ടോ. അല്ല, ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അതാ ഞങ്ങൾ രണ്ടുമുണ്ട്. അമ്മു ചേച്ചി ഉള്ളപ്പോൾ ഞാനില്ല, ഞാനുള്ളപ്പോൾ അമ്മു ചേച്ചി. അതാണ് ഇവർ തമ്മിലുള്ള ഒത്തിരി. എന്തോ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു എപ്പോഴേലും ഞാനുള്ളപ്പോൾ കൂടെ വരണേ. വരും നാളെ വരും. ഇവള് നാളെ വൈകിട്ട് അവള് നാളെ. ഞാൻ നാളെ വൈകിട്ട് പോവും. അണ്ണാണ് എപ്പോഴാണ് പോകുന്നത്? ഏട്ടൻ നാളെ വെളുപ്പിന്. നാളെ മറ്റന്നാളോ? സോറി, തിങ്കളാഴ്ച വെളുപ്പിന്. ഞാൻ നാളെ വരാൻ പറഞ്ഞു, പക്ഷെ അവൻ വരത്തില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ വിളിച്ചു വരുത്തിക്കോളാം. കുഞ്ഞാച്ചേട്ടനെ ഞാൻ പണ്ട് തൊട്ടേ ഒന്ന് പേടിപ്പിച്ച് വെച്ചേക്കോ. ഞാൻ പറഞ്ഞ വരും, വന്നാ മതിയായിരുന്നു. അവനും കൊള്ളാം. അതെ 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 അതെ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നാടൊക്കെ കണ്ടിട്ട് കുറച്ചായില്ലേ, കാണിച്ചു കൂടാമോ? അപ്പോൾ ഇന്നൊരു കാര്യം, നിങ്ങൾ ഓർക്കും നമ്മൾ ബൈക്കിൽ ട്രിപ്പിളാണ് പോകുന്നത്. നല്ല, ഞങ്ങൾ 4 പേരില്ലേ. ഞാൻ നടന്ന് പോവും, ഇവർ ബൈക്കിൽ പോവും. പക്ഷെ ഞങ്ങൾ എത്തുന്ന ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ, അല്ലെ ഞങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. പക്ഷെ കഥയിൽ ചോദ്യം, ഹെൽമെറ്റ് വെച്ച് ബസ്സിന് പോകും. അതെ, അവൾ ഹെൽമെറ്റ് വെച്ച്, കഥയിൽ ചോദ്യമില്ല. അങ്ങനെയാണ്. ഞാൻ ഹെൽമെറ്റ് വെച്ച് ബസ്. പണ്ടയോ ഞാനും അമ്മ കൊണ്ടാണെങ്കിൽ കൂടെ എപ്പോഴും ബൈക്കിൽ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ട്രിപ്പിൾ വെച്ച് പോയിട്ടില്ല. ഞങ്ങളൊക്കെ നടക്കുന്ന നല്ല പിള്ളേരാണേ. ഇവിടെ പറയണ അമ്മേനെ കണ്ടേൻ്റെയാ. അമ്മ ഹെൽമെറ്റ് കൈ പിടിച്ച് നടക്കുന്നു. ഇതെനിക്ക് അയക്കാനുള്ള സാധനം. ഹെൽമെറ്റ് ഇവിടെ എവിടെയെങ്കിലും വെക്കുന്നോ? എവിടെ എവിടെയെങ്കിലും വെക്കാം. ആണോ? അമ്മൂട്ട് ഹെൽമെറ്റ് ഞാൻ ആ ചായക്കടയിൽ കൊടുത്തു. അതിന് വിശക്കുന്ന ഒരു പരിപ്പോടെ തിന്നാൻ കൊടുത്താ. ഞങ്ങളുടെ വഴി ആരും കണ്ടില്ലല്ലോ പകല്. നമസ്കാരം. കണ്ട ഞങ്ങളുടെ റോഡ്, ആൾക്കാർ വരുന്ന റോഡ്. സ്പൈഡർമാനെ അതിൻ്റെ അമ്മ എടുത്തോണ്ട് നടന്നിട്ടില്ലെന്ന് പറ. ചാടിക്കേ. ഈ അമ്മൂനൊന്നും അറിയത്തില്ല. അതെ അതെ, വീഡിയോ കാണിക്കുന്നതിന് കുഴപ്പമുണ്ട്. അമേരിക്കയിലിരുന്ന് നമ്മുടെ വീഡിയോ കാണുന്ന വ്യക്തിയാണ്. പേരെങ്ങനെയാ? അതെയോ? വീടപ്പം ഇവിടെയാണോ അതോ അയിരൂരാണോ? അപ്പം ഇന്നിങ്ങോട്ട് വന്നാ? അല്ല, നമ്മൾ കണ്ടുമുട്ടിയല്ലോ. അതിൽ സന്തോഷം കണ്ടതിൽ. ഓ ശരി, തീർച്ചയായിട്ടും. ഓക്കെ, ശരി. എന്തൊരു മിടുക്കനാ ഇത്. ഞങ്ങളുടെ അയ്യോ, എൻ്റെ കിടു കുളിക്കുന്നത് ആറ് നോക്കിയേ. കിടു, നീ കുളിക്കുന്ന ആറ്റിലെ വെള്ളം ഇടറാ. കിടു നീന്തുന്ന ഷട്ടർ അടച്ചേക്കോ ഇന്ന്. കിടു ഇവിടെ കിടന്നാ നീന്തുന്ന എപ്പോഴും രാത്രി വന്ന് നട്ടപ്പാതിരക്ക്. അതെ, എന്തോ എന്താ റോഡ് കണ്ടില്ലേ? ഇതാടി ചില സമയം എൻ്റെ കൂടെ വരുമ്പോൾ ഒരൊറ്റ വാശി അപ്പം എടുക്കാൻ. ഞാൻ എന്താ അറിയാമോ, എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ അങ്ങ് ഇരിക്കും. ഇരുന്ന് ക്ഷീണം മാറുമ്പോൾ ഞങ്ങൾ പോകും. ദേ ഞങ്ങളുടെ സീതത്തോട്. നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിച്ചാലോ? നല്ല മത്തി വറുത്ത മണം വരുന്നമോ? മത്തി വറുത്ത മണം വരുന്നമോ?
ആ ക്രിസ്മസിൻ്റെ സാധനമൊക്കെ ഇറങ്ങിയല്ലോ. ആ ഇവിടെ കുറേ സാധനമുണ്ട്. കുടിച്ചിട്ട് വാ. നമസ്കാരം. നവദമ്പതികൾ. ഹായ് ഗായ്സ്, എനിക്ക് മുല്ലപ്പൂ കിട്ടി. ശരിയായില്ല സെറ്റ് 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 പൂ വെക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടി. ഞങ്ങളുടെ തപാൽപ്പെട്ടി. ആ പണി നടക്കുന്ന ബിൽഡിംഗ് കണ്ടോ, അവിടെ സിനിമ തിയേറ്ററൊക്കെ വരുന്നുണ്ട്. വലിയ എന്തോ പ്രൊജക്റ്റാണ്, കുറച്ച് കാലമായിട്ട് പണിയുന്നുണ്ട്. പണി കഴിയാനായി വരുന്നു. അമ്മു കിടുവിൻ്റെ മുടി വെട്ടിക്കാൻ കയറിയിട്ടുണ്ട്. ചെക്കനാലം പരിക്കും. അപ്പം ഞാനും കൂടെ പോയിട്ട് മുടി വെട്ടിക്കട്ടെ. മുല്ലപ്പൂ നല്ല രസമുണ്ടെന്ന് കമൻ്റ് ഇടൂ. എപ്പോഴും ഇടുന്ന പോലെ ഇടൂ. ആയി നല്ല കുളിര് ഇടൂ. മുടി വെട്ടണ്ടേ? ആ ഞാൻ ഒന്ന് പൊക്കോളാം, അല്ലേ ഒന്ന് വെറുതെ വെപ്പിക്കുക. പകുതിയൊക്കെ അടങ്ങിയിരുന്ന് മുടി വെട്ടുന്ന പോലെ മോനും ഇരിക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞടങ്ങിയിരിക്കും. ആ അത് മതി, എവിടെയെങ്കിലും ഇരുന്ന് അടങ്ങിയിരുന്നാൽ മതി. എല്ലാവരും പറയും വെട്ടണ്ടായിരുന്നു, പക്ഷെ എൻ്റെ അംഗൻവാടി ടീച്ചർ പറഞ്ഞു മുടി വെട്ടിയേക്കാൻ. ഞാൻ പറഞ്ഞാൽ കെട്ടി. എനിക്കും ഇങ്ങനെ ഇഷ്ടം, പക്ഷെ കെട്ടാനും ഇല്ല. മാത്രമല്ല ഇവന് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു മുടി, പെട്ടെന്ന് കണ്ണിലോട്ട് വീടുന്നു. ഈ സൈഡ് പറ്റ വെട്ടിയിട്ട് ഇവിടെ പറ്റ വെട്ടുക, എന്നിട്ട് രണ്ട് സൈഡും, എന്നിട്ട് ഇത് ചെറുതാക്കിയിട്ട് മറ്റേ കുറച്ച് ബോയ് കട്ടൊക്കെ ഉണ്ടല്ലോ അല്ല, നമ്മൾ മുട്ടയടിച്ചില്ലേ, ഇതിലും മുടിയില്ലായിരുന്നു. ആയ് സുന്ദരനായി, സുന്ദർ. പക്ഷെ മുടി മേളിലോട്ടിരിക്കുമല്ലോ ആശാൻ്റെ. ഇപ്പൊ കഴിച്ചു തരാന്ന് ഉള്ളവർ തന്നെ ധാരാളം. എടാ അപ്പക്ക് എന്തോ മേടിച്ചായിരുന്നേ? എന്തോ കണ്ണി കണ്ടതോ? ആര്, നീയോ? എന്തുവാടാ, ഞാൻ എന്തെങ്കിലും മേടിച്ചാടാ അപ്പക്ക്? ആ എന്താ മേടിച്ചു തരാത്ത? സമ്മതിച്ചോ? പിന്നെന്തോ അപ്പൊ എനിക്ക് മേടിച്ചു തരുന്ന? നീ ഒന്നും മേടിച്ചു തരത്തില്ല? കണ്ണി കണ്ടതെല്ലാം പറഞ്ഞ നീ അല്ലേടാ? ആ കിടിച്ചേട്ടൻ വലുതാ, അച്ചാച്ചിയെ പോലെ. അയ്യേ എടുക്കത്തില്ല ഇത്ര മുടി വെട്ടിട്ട്. ഞങ്ങളുടെ മീൻകട കണ്ട, മീൻകട. അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് തോന്നിക്കുന്നു. ചെക്കൻ ഉറങ്ങിപ്പോയി. കയറി ഇരിക്കടി. എന്ത് തെളിഞ്ഞ വെള്ള. അണ്ണാണിയാണോ? വരുന്ന ഓരോ വണ്ടിയുടെ ഒച്ചയും എനിക്ക് അണ്ണാണിയാണെന്ന് തോന്നുന്നു. മറ്റേ ഓരോ ഫോൺ കോളും വരുണിൻ്റെതാന്ന് തോന്നുന്ന പോലെ. ഖത്തറിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. പുള്ളി പറയാം അവിടെ മൊത്തം നമ്മുടെ ഫാൻസാണ്. ആ ഇതുവഴി വരുമായിരിക്കും, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ അവരോട് ചെന്ന് പറയണം ഞാൻ വളരെ പാവമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഖത്തറിലുള്ളവരത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇതുകൂടെ പറഞ്ഞാലോ, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഓരോ കിലോ അണ്ടിപ്പരിപ്പ് കൊടുത്തു. അതെ, ഖത്തറിലുള്ള ജയേഷിന്റെ കയ്യിൽ ഞങ്ങൾ ഓരോ കിലോ അണ്ടിപ്പരിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങിച്ചോ കേട്ടോ. പാവട്ടോ, അങ്ങനൊന്നുമില്ല, ചുമ്മാ പറ്റിച്ചതാ. എന്നോട് എല്ലാവരും ചോദിച്ചു കല്യാണത്തിന് പോയിട്ട് വരുവാണോന്ന്. ഞങ്ങളുടെ ഇവിടെ അങ്ങനെയുള്ളപ്പോൾ വല്ലപ്പോഴും ആൾക്കാർ മുല്ലപ്പൂ ഒക്കെ ഉള്ളു, അല്ലാണ്ട് ഉച്ചവട്ടനായിട്ട് വെക്കാറില്ല. വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ, നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം. അതായത് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം അണ്ണാണി മറന്നുപോയേ. അണ്ണാണി മറന്നു പോയിട്ട് അണ്ണാണി തിരിച്ചത് പോയെടുത്തെന്ന് പറഞ്ഞാൽ മേളത്തെ നിലയിൽ എൻ്റെ റൂമിലാണ് ഇരുന്നേ. അപ്പോൾ അണ്ണാണി എന്ത് ചെയ്തു, ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. പുള്ളി നേരെ പോയിട്ട് വാതിൽ തുറന്ന് ഇതെല്ലാം എടുത്തിട്ട് വന്നു. അപ്പോൾ അമ്മ നോക്കുമ്പോൾ അണ്ണാണി മറ്റേ മാതാവിൻ്റെ രൂപക്കൂടും കഴിഞ്ഞുള്ള വളവില്ലേ, ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് പോയി. അമ്മ ആരാ എന്താണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് എത്തി നോക്കിയപ്പോഴത്തേക്ക് ഗേറ്റും അടച്ച് ബൈക്ക് എടുത്തിട്ട് പോയി. അമ്മ വിളിച്ച് അമ്മൂനെ. അമ്മൂ മെലിഞ്ഞ ഒരാൾ മുഖം മൂടി വെച്ച് വന്ന്, മുഖം മൂടി ഹെൽമെറ്റാ, അണ്ണാണി ഹെൽമെറ്റ് വെച്ചിട്ട് കാണുന്നു മാത്രമേ കാണുന്നുള്ളൂ. മുഖം മൂടി വെച്ചൊരു മെലിഞ്ഞ ഒരാൾ വന്നിട്ട് പോയി. ഇവിടെ നിൽക്കുമായിരുന്നു.
ഞാൻ എന്തായതാന്ന് ചോദിച്ചപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോയെന്ന്. ഇടയ്ക്ക് കോള് വന്നാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്ത് അമ്മൂനെ വിളിച്ചു. അമ്മു ഇതുപോലെ ആരോ മെലിഞ്ഞു വന്നു. അതായത് അമ്മ പറയുന്നതൊക്കെ മറ്റേ വിജയുടെ ഒരു ഐഡന്റിഫിക്കേഷനാണ് പറയുന്നത്. എക്സിൻ്റെ വിജയുടെ ഒരു ഇതാന്നുള്ള പേടിയായിപ്പോയി. 2-3 ദിവസം കൊണ്ട് നമുക്ക് പേടിയുണ്ട് പുള്ളി വല്ലതും പറയുകയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലിരുന്നിട്ട് അപ്പോഴത്തേക്ക് അമ്മു ആകെ ടെൻഷൻ. എന്നോട് പറഞ്ഞു, ഞാൻ ദൈവമേ പിന്നെയും കുറച്ച് ദിവസം ഒരു ശല്യം ഇല്ലാണ്ട് പിന്നെയും തുടങ്ങിയോ. എൻ്റെ മുല്ലപ്പൂ വരെ കയ്യിലിരുന്ന് കരിയുന്ന അവസ്ഥയായിരുന്നു. കുറച്ച് നമ്മൾ അണ്ണാണിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തെ അണ്ണാണ്ട് പറഞ്ഞു, അണ്ണാണി ഇതുപോലെ ഇന്നാൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അമ്മ കണ്ടു എന്ന്. അണ്ണി പറഞ്ഞു അത് എന്നെയാണ് കണ്ട്, ഞാൻ കണ്ടായിരുന്നു അമ്മ പുറകിൽ നിന്ന് വിളിക്കുന്നത്. അമ്മയുടെ ചില കാര്യങ്ങൾ വന്നു. അമ്മ എന്നാലും അണ്ണാണി കഷ്ടമില്ല, മെലിഞ്ഞ ഒരാള് മുടിയൊക്കെ ഉണ്ടോ മുടി വെച്ച് വന്നു. എന്നോട് പറയാ ഞാൻ നിന്ന് നിപ്പിലങ്ങ് ഐസായി പോയി. ദൈവമേ ആരും അറിഞ്ഞില്ല കയറിപ്പോയതും വന്നതൊന്നും. പട്ടി കുറച്ചില്ല, പുള്ളി വന്നാലും പട്ടി കുറയ്ക്കൂലല്ലോ. ആരെങ്കിലും കൂടെ ഉണ്ടോ? എന്തുവാ മതി ചേച്ചിയോടെ മാറിയിക്കുക. കാരണം എന്തുവാ ഇവിടെ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ആ വളവിന്റെ അവിടെ വണ്ണമില്ലാത്ത ഒരുത്തൻ വന്നിട്ട് ഒന്നും മിണ്ടാ തിരിച്ചു. ഞാൻ ആരാരും ചോദിച്ചിട്ട് പറയുന്നില്ല. ദീപ്തിയോട് ചോദിച്ചാൽ യൂട്യൂബ് ഇതായാലും വിളിച്ചു പറഞ്ഞായിരുന്നു വരുമെന്ന്. ഞാൻ പറഞ്ഞു അമ്മേനെ അങ്ങനെ ഉണ്ടെ പറഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. അമ്മ പറഞ്ഞു അല്ല ഇനി വിജയ് ആണോ സംശയമുണ്ട്, എനിക്ക് പേടിയാവും, ദീപ്തിയോട് വിളിച്ചു ചോദിക്കാം. അങ്ങനെ ആടി ഉലഞ്ഞ് വാടിത്തളർന്ന് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. നടക്കുന്ന കണ്ടില്ല, എൻ്റെ എല്ലാം അഴിഞ്ഞു പോന്ന്. പൂ എൻ്റെ തലേന്ന് താഴെ പോയി വണ്ടിയെന്ന്. അല്ല വണ്ടി നിർത്തിച്ച് ഞാൻ പൂ എടുപ്പിച്ച് അമ്മ ഓർക്കും എവിടെ പോയിട്ട് വരുവാന്ന്. കാണുന്നവരൊക്കെ ചോദിക്കുക കല്യാണം ഉണ്ടായിരുന്നോ നിന്നെവിടെ? കല്യാണത്തിന് പോയിട്ട് വരുവാണോ? കുഞ്ഞാവ് വരത്തില്ല ഗൈസ്, നമ്മളെ പറ്റിച്ച്. പരിപാടി ഉണ്ടെന്ന് ചതിച്ചതാ. അവൻ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. വേണ്ട വരണ്ടോ അല്ലേ അമ്മോ? അതിൽ നമുക്കെന്താ കിടു പറയുന്ന പോലെ അതിന് ഞാൻ എന്താ വേണം? അങ്ങനല്ലല്ലോ. അതിന് എന്താ അല്ല അല്ല എനിക്കെന്തുവാ അങ്ങനല്ല അല്ല എന്തോ ഇതിലാണോ? ആ എനിക്കെന്നാ കാര്യം, എനിക്കെന്നാ കാര്യം എന്തോ അതിന് കാര്യം. ഉമ്മല്ലേ പറയുന്നേ. ആ ഇട്ടുതരാം. അയ്യോ എന്നെ കൊന്നേ. കൊള്ളാം നല്ല ആ കൊന്ന നേരത്തെ ചെളിയ ഭാഗം കൊടുത്തിട്ട് ഉമ്മച്ചോട്ട് നോയിച്ചേ ഇനി നോയിച്ചേ. ആ കാലൊക്കെ ചെളിയായി മണ്ണിച്ചാടി അല്ലേ? നീ മണ്ണിച്ചാടിയോ? നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇതെന്ത് വിരലും കുടിച്ച് കിടക്കുന്നത്? എൻ്റെ കുഞ്ഞാണോ ഇത്? ചോച്ചിപ്പാപ്പ കഴിച്ചാ? ചോച്ചിപ്പാപ്പ കഴിച്ചോ? വെറ്റ് തുടയ്ക്കാം. നിനക്ക് ചേരുന്നുണ്ട് കേട്ടോ. നീ പെറ്റ പോലെ തന്നെ. ഒന്നുകൂടെ ചേരുന്നത് ലൂക്കയാ. ലൂക്ക മൂത്ത പോയി. അത് ജാക്കിയല്ലേ? അല്ല സോറി ജാക്കി. കണ്ടോടാ കിടുവേ നീ അമ്മ കാണിച്ചത്? അമ്മൂന്റെ മൂത്ത പോയി പൊന്നാണിയേ പൊന്നാണിയേ. അയ്യോ എന്തോ അത് മുടി വെട്ടി ചുണ്ടറായല്ലോ. കണ്ടോ ടെൻ്റ് അടിച്ച് വെച്ചേക്കുന്നേ. ഞാൻ എപ്പോഴോ ഇട്ട് വെച്ച കുറച്ച് ഓലോലിക്ക് അച്ചാർ കണ്ടുപിടിച്ചു. എടി ആ ടിന്നിങ് എടുക്കടി. ആഹാ ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്നിട്ട് എൻ്റെ കോലം നോക്കാം. ഞങ്ങള് നല്ല വാള മീൻകറിയും കപ്പയും നല്ല ടെൻറ്റും അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അച്ചാർ എടുത്തിട്ടുണ്ട്. അച്ചാറില്ലാത്ത പരിപാടിയില്ല. പിന്നെ ചേച്ചിയുടെ ചിക്കനും എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാബു ചിക്കൻ ഉണ്ടാക്കി. അണ്ണാണി ഉറക്കമാണ്. ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോൾ 1/2 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു.
അതിനിടയ്ക്ക് അച്ചാച്ചി ഒന്ന് വിളിച്ചു, പിന്നെ ഇവര് വന്നപ്പോ ഞാൻ അച്ചാറും വെച്ചോണ്ട് കബഡി ഒന്നും കളിക്കുന്നില്ല. കബഡി എടാ അപ്പനെ എടുക്കാവോടാ? ആ എന്താ എടുക്കാത്തെ? എന്നെ എടുക്ക്. പാത്രവും കമ്പുള്ളോണ്ട് അപ്പനെ എടുക്കടാ. എടാ പ്ലീസ് എന്നെ അടുക്ക്. ആരാ കരയുന്നു? എന്നെ അടുക്ക് അടുക്കെന്ന് പറഞ്ഞു. പെട്ടെന്ന് വാ, എന്നാ പെട്ടെന്ന് വാ. വടി എന്തിനാ? പപ്പ പാവല്ലേ? എന്നാ ഞാൻ പോവാ, പിണങ്ങി പോവാ. എന്തുവാ? കഞ്ഞി തരുവോ അപ്പയ്ക്ക്? പിന്നെ എന്തോ തരാത്തെ? പിന്നെ അപ്പൊ പാവല്ലേ? കണ്ടോ കഞ്ഞി മണ്ണ് വാരി ഇടുന്നു ഇവനാ. എന്തിനാ മണ്ണ് വാരി തരുന്ന അപ്പയ്ക്ക്? അയ്യോ അതെന്താ അപ്പയോട് വഴക്ക്? അതെന്താ മിണ്ടാത്തെ? എന്തിനാ അപ്പയോട് പിണങ്ങിയതിനാ? വാശി പിടിക്കുന്ന എന്തിനാ? അതാ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ വാശി പിടിക്കുന്നതെന്ന്. അപ്പയോട് ഞാൻ എടുക്കത്തുമില്ല. അപ്പൊ ഞാൻ കുഴിയിൽ ഇങ്ങനെ മാന്തി മാന്തി അവിടെ കൊണ്ട് തെള്ളിയിട്ടിട്ട് മാന്തി മാന്തി കുഴിച്ചു വെക്കും. എന്നെയോ? എന്തിനാ? ഞാൻ വളരാനാണോ? എൻ്റെ തൈ കിളിക്കാനാണോ? ആ ഇടി അങ്ങോട്ട് നീക്കിയടി, ഇതിനകത്ത് കേക്ക് നീ പറയുന്നത്. അല്ല ഇത് പറഞ്ഞിട്ട് പോയി, എന്തിനാ എന്നെ കുഴിച്ചിടുന്നേ? അപ്പനെ പ്രേതം കടിക്കാൻ. പ്രേതം കടിക്കുവോ? അപ്പൊ പാവല്ലടാ. അപ്പൊ വേറെ ആരുണ്ട്? അപ്പൊ പേടിക്കത്തില്ല രാത്രിയാവുമ്പോ? ചുറ്റി കേട്ട് വരുമോ കുഴിയിലോട്ട്? എന്തിനാ? എന്നിട്ട് ലൈറ്റും വെച്ചുതരാം. അപ്പൊ കാണത്തില്ലല്ലോ. ആ പ്രേതം പേടിക്കാതിരിക്കാൻ വേണ്ടി അതെല്ലാം വെച്ച് തരും കുഞ്ഞല്ലേ. അതൊക്കെ ഉണ്ടാക്കിയാൽ സ്നേഹമുണ്ട്. കുഴി ഒഴിച്ചിട്ടാലും എനിക്ക് ലൈറ്റും ചുറ്റിയാൻ തരാന്ന് പ്രേതത്തിനെ അടിക്കാൻ. പിന്നെ അല്ല എന്തിനാ അപ്പയൊക്കെ കഞ്ഞി മണ്ണിടുന്നെന്ന് പറഞ്ഞ? എന്തിനാ അപ്പയോട് എന്തിനാ വാശി പിടിച്ചേക്കുന്നേ? ഞാൻ എപ്പോഴാടാ വഴക്കുണ്ടാക്കിയേ? അല്ല അപ്പൊ പാവല്ലേടാ. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞല്ലേ, 3 വയസ്സുള്ള. എന്നോട് കരയുമ്പോ പറഞ്ഞ ഞാനൊരു 3 വയസ്സുള്ള കുഞ്ഞല്ലേ, എന്നെ എന്തിനാ എല്ലാവരുടെ വഴക്ക് പറയുന്നതെന്ന്. കമ്പാണോ? കയറല്ലേ? ചൂണ്ട. എന്നാ ചൂണ്ട ഇട്ടുകൊണ്ട് കയറിപ്പോ. വഴി നോക്കട്ടെ, കിടുവിന് വഴി അറിയാവുന്ന. അപ്പം നോക്കട്ടെ. ഉച്ചയ്ക്ക് തെളിഞ്ഞിരിക്കുന്നു നോക്കിയാൽ വീണ പാടാ. ആ തെളിഞ്ഞ് കാണുന്നല്ലേ ഓരോ തവണ ഓടി വീണിട്ട് മുറിഞ്ഞ ഭാഗങ്ങളാണ് ഈ നല്ല തെളിഞ്ഞു നിൽക്കുന്നത്. എനിക്കെന്താ കാര്യം? അപ്പയല്ല മണ്ണ് തിന്നുന്നത്, ഞാൻ നിനക്കും വാരിത്തരും. എനിക്കെന്താ കാര്യം? ഇല്ല നിനക്ക് ഞാൻ മണ്ണ് കഞ്ഞി തരും. പിടിച്ച് കയറ്റിത്തരാം. എന്നോട് കൂടത്തില്ലെങ്കിൽ ഞാൻ കൂടും. എനിക്കൊരു കിടുവേ ഉള്ളൂ. എടാ പണ്ട് അപ്പയൊക്കെ ഈ പാറ കയറിയിട്ട് നിരങ്ങുവാടെ. അപ്പ അച്ചയൊക്കെ ഈ പാറ കണ്ടോ? ഇതേ കയറിയിട്ട് ഇങ്ങോട്ട് നിരങ്ങും. അല്ല മേളീത് കൈ വിട്ടിട്ട് ഓടും. കുറച്ചുകൂടി ഇങ്ങോട്ട് ഈ പുല്ലിനകത്തോട്ടുണ്ട് ഈ പാറ. അന്ന് ഞങ്ങൾ കൊച്ച. ഞാനിപ്പോഴും ഓടും. ആ കയറിക്ക് അങ്ങോട്ട്, പിന്നെ പറയാം. ആ 5 വയസ്സുള്ള കുഞ്ഞാണോ അപ്പാ? മോനറിയാവോ അപ്പ 5 വയസ്സുള്ള കുഞ്ഞാന്ന്? അയ്യോ ചെരുപ്പ് നിൽക്കി ചെരുപ്പ് അപ്പ എടുത്തു തരാം. ഞാൻ വിട്ടോട്ടെ, നിന്നെ തന്നെ കയറുവോ? അല്ലോ ചാച്ചി എന്തേടി? ഇവിടെയാണ് ഞാനും കുഞ്ഞാവയും കൂടെ ഭാവിയിൽ വീട് വെക്കുന്നത്. ഈ നിരപ്പ് സ്ഥലത്ത് ഇത്രയിടെയാണ് നമ്മുടെ വീട്. ഇത്രയും നാൾ ഞാൻ പറയുമായിരുന്നു ഞാൻ വീട് വെക്കുന്നത്. ഇനി പറയുന്നത് ഞങ്ങൾ ഇനി വീട് വെക്കുന്നത് ഇവിടെയാണ്. ഇതൊക്കെ തെളിച്ചെടുക്കും. ഇവിടെ നിന്നാ ദാ അവിടെ വെള്ളച്ചാട്ടം. ഇവിടുന്ന് ദാ കണ്ണ് തുറന്ന രാവിലെ അച്ചാച്ചി അമ്മ എല്ലാവരെയും കാണാം. കഴിഞ്ഞ ദിവസം എന്ത് വെള്ളമുണ്ടാ? ഇപ്പോഴും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇത്രയും കാലം വീട് വെക്കണമെന്ന് പറച്ചിലേ ഉള്ളൂ. വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഞാൻ ഈ വീടിൻ്റെ മുറ്റത്തിരുന്നുകൊണ്ട് ഹായ് എന്ന് വിളിക്കും. അപ്പോൾ അമ്മു അവിടെ
ഓയ് വെക്കണം. നമ്മൾ ഹായ് ഓയ് ഹായ് ഹോയ്. ഞാനിവിടെ എന്താ അപ്പ അവിടെ നിന്നുണ്ട് നീ ഹായ് പറയണം. ഞാൻ ഇവിടെ നിന്നുണ്ടല്ലേ. എന്നിട്ട് ഞാൻ അമ്മൂ മീൻകറി വെക്കാൻ പുളിയുണ്ടോടി. അപ്പൊ നീ അവിടെ നിന്ന് വിളിച്ചു പറയണം. എന്താ പറയുന്നേ? പുളിയുണ്ട്. ഞാൻ അങ്ങോട്ട് എറിയട്ടെ അല്ല ഒരു സിപ്പ് ലൈൻ വഴി വിടാന്ന്. എടാ കിടു അതെ ഒരു സിപ്പ് ലൈൻ. വലിയൊരു ചെറുക്കനായി മുടി വെട്ടിയപ്പോ അല്ലേ. സുലുമ്മ തന്നു വിട്ടു മീൻകറി. ഇവിടെ അരകല്ലല്ല അരക്കാന്ന് വിചാരിച്ച മേളി തോട്ടില്ലേ. പിന്നെ എന്നെ കഷ്ടപ്പെടുത്തണ്ടെന്നോർത്ത് അമ്മ അരച്ചു. അങ്ങനെ ഉപ്പ് മോനെ കൈ ഇട്ടി അച്ചാറ് വാരരുത്. എങ്ങാനും കയ്യ ഓരോന്നോരോന്ന് അപ്പ എടുത്തു തരാം. പിന്നെ എണ്ണ പ്രത്യേകിച്ച് അപ്പയുടെ മേത്ത് തേക്കരുത്. അപ്പ എടുത്തു തരാം പൊന്നെ. അച്ചാച്ചി എടിയാ മോരും ഓരോ ഒലോലിക്ക് എടുത്ത് അച്ചാച്ചി കൊടുത്തടി. അയ്യേ ഇതല്ലേടാ നിന്നോട് പറഞ്ഞ ആക്കല്ലെന്ന്. എണ്ണീര് അങ്ങോട്ട് മാറ്. വിട്ടോ വണ്ടി വിട്ടോ. ഒരു കുഞ്ഞിനെ ഇപ്പൊ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇരട്ടെ. ഇവിടെ കിടക്കണേ. തല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ എന്തോ. കൊച്ചു കുഞ്ഞാണ്. തല താഴെ പോകുമോ എന്തോ. പൗഡർ ഇരട്ടെ. പൗഡർ കുളിച്ച് എന്നാ കുളിപ്പിക്കട്ടെ. ആദ്യമേ ഉടുപ്പെല്ലാം ഊരി വെച്ചിട്ട് വെള്ളം കോരി ഒഴിക്കട്ടെ. സോപ്പേ തൊടുവോ കള്ളക്കുഞ്ഞെ. ഇതിൻ്റെ പുറം കുളിപ്പിക്കട്ടെ. വെള്ളം കോരി ഒഴിച്ചിട്ട് തല സോപ്പേ തൊടുന്നോ കള്ളിക്കുഞ്ഞെ. സോപ്പേ തൊടരുത്. മതി കൈ കെട്ടി വെക്കട്ടെ. കുഞ്ഞിൻ്റെ തല കഴുകട്ടെ. ഈ കഴുകി തോർത്തെവിടെ തുലമേർ തോർത്ത്. ഇതാണോ തോർത്ത്? ഇനി മേലൊക്കെ തോർത്തിയേ. ഇനി ക്രീം ഇടണോ പൗഡർ ഇടണോ കുഞ്ഞെ? കുഞ്ഞു വർത്താനം പറയാറായോ? ആണോ കൊഞ്ചിന്നാട്ടോ ഇത്. ക്രീം എടുക്കട്ടെ. ക്രീം എടുത്തേ. ക്രീം തേക്കട്ടെ. അയ്യോ ക്രീം ഇട്ടല്ലോ. എന്നാ ശാലം പൗഡർ ഇടാം. ശരി പൗഡറിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പടെ കയ്യിൽ കുറച്ച് അച്ചാറൊക്കെ ഉണ്ട്. കുഴപ്പമില്ലല്ലോ. പൗഡറൊക്കെ ഇട്ട് ഇനി എന്താ കണ്ണെഴുതണോ? കൺമശി എതിയേ. കമ്മശി തൊട്ടിട്ട് എഴുതട്ടെ. ഏതാണോ കമ്മശി? കമ്മശി തൊടട്ടെ. കണ്ണെഴുതണോ? വാലങ്ങോട്ടിട്ട് ഒരു വട്ട പൊട്ട്. കവിളത്തും ഒരു പൊട്ട്. ഇവിടെ കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു പൊട്ട്. ചീപ്പന്തിയേ മുടി വട്ടെ. മുടിയും ചെയ്യും കുഞ്ഞിൻ്റെ. അയ്യോ പൊട്ട് പാടരുന്നു. ഇത്തിരി പൗഡറും കൂടി ഇടട്ടെ. പൗഡർ ഈ മോന്തക്കോട്ട് തുടങ്ങിയാലോ. എല്ലാം കുഞ്ഞിനെ ഉടുപ്പിടിക്കട്ടെ. കുഞ്ഞങ്ങ് ചെറിയ കുഞ്ഞായല്ലോ. ചെറിയ കുഞ്ഞാവാനാണോ കാലിവിടെ വെച്ചേക്കുന്നത്? ഇല്ല. അയ്യോ ഇനി കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ഉറക്കട്ടെ. തൊട്ടിയിലിട്ട് അതോ ബക്കറ്റിലിട്ട് ഉറക്കണോ? ബക്കറ്റിലോ? വാവോ ഒരു കൊച്ചു കുഞ്ഞ്. വാവോ കുഞ്ഞ് ഉറങ്ങി. വിരൽ പിടിച്ച് ഉറങ്ങണം. അത് ലൈറ്റാ. വിരലിട്ട് ഉറങ്ങണം. അങ്ങനെയാ കൊച്ചു കുഞ്ഞുങ്ങള്. അമ്മ വന്നോ? ചേച്ചി ആ വെള്ളം അങ്ങ് മേടിക്കോ ചേച്ചി? ഞാൻ അമ്മ പിടിച്ചു കേട്ടിട്ട് ആ വെള്ളം അങ്ങ് മേടിക്കാവോ? ഇത്രയേ ഉള്ളു കാര്യം. ഇത് തിരിച്ചു പോകുമ്പോൾ അമ്മ ഉള്ളിടത്തോളം അമ്മ പേടിക്കണ്ട. അവൾ അമ്മ എടുത്തോണ്ടായാലും കൊണ്ടുപോകും. ഞാനേ ഉള്ളു ചിലപ്പോൾ കളഞ്ഞേച്ചു പോന്നെ. എടാ ചുട്ടമല്ലി വെള്ളം വന്നു. വെള്ളം. അതിനറിയത്തില്ലായിരുന്നോ? അല്ല ഞങ്ങൾ 5:30 പോന്നു. ഇത്രയും സ്നേഹമുള്ളൊരു മരുമോളെ എവിടെ കിട്ടും? അമ്മ என்றழைக்காതെ ഉയിരില്ലയേ, അമ്മായിയമ്മയെ വണങ്ങാതെ ഉരവില്ലയേ. അതെ 1 2 3 സ്റ്റാർട്ട്.
അമ്മ തൊട്ടിൽ വെച്ചു. ഇനി ഞങ്ങൾ കളഞ്ഞിട്ട് പോകും. ഇവിടെ നിന്ന് നേരം എടുത്തിട്ട് വന്നാൽ മതി കേട്ടോ. രാവിലെ ഒരു അമ്പിളിയമ്മാവനോട് കഥയും പറഞ്ഞോണ്ടിരുന്നാൽ മതി. അമ്പിളിയമ്മാവനോട് പറഞ്ഞാ ഞാൻ പറഞ്ഞടാ അമ്പിളി അജയ് ഇട്ട അജയ്ക്കറിയാവോ? പിന്നെ അവനറിയാം. അയ്യോ ഒരു കുഴപ്പമുണ്ട്, കുഞ്ഞുണ്ടല്ലോ അവിടുന്ന് ഇവിടെ വരെ ഉണ്ട്, കുഞ്ഞിൻ്റെ തല വരെ എത്തുന്നില്ല. ഓ നിങ്ങളുള്ളൊരു സ്പൈഡർ കുഞ്ഞാണേ ഇത്, സ്പൈഡർമാൻ കുഞ്ഞ്. ആ കുഞ്ഞിങ്ങനെ കിടക്കുവാണേ, കിടക്ക്, കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ, എണ്ണ വരട്ടെ. പിരിയ എഴുതാനോ? നീ വലിയ ചേട്ടനല്ലയോ, കിടിച്ചേട്ടനാരെങ്കിലും പിരിയ എഴുതുവോ? നിന്റെ അച്ഛൻ പിരിയ എഴുതാറുണ്ടോ? എടാ നിന്റെ അച്ഛൻ കണ്ണെഴുതാറുണ്ടോ? അച്ചാച്ചി എഴുതാറുണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ ശരി, അച്ചാച്ചി കണ്ണു എഴുതി പൊട്ടും തൊട്ടാ നടക്കുന്നതെന്നാണ് കിടുവിൻ്റെ ഒരു അഭിപ്രായം. അപ്പയുടെ കുഞ്ഞല്ലേടി നിന്നെ ഞാൻ പാടിക്കാം. അപ്പയുടെ ഇവിടെ പാട്. ബാലേട്ടൻ മോളല്ലേടി, എങ്ങനെയാ പറഞ്ഞു? ആ ബാക്കി നിന്നെ ഞാൻ എവിടെയാ കണ്ടേ? ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. പഠിക്കേ ആദ്യോട്ട് പാട്. ബാലേട്ടൻ പാട്. മോളല്ലേടി നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ. ആ ഒന്നൂടെ. ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ. നിറനെല്ലൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. എന്താ പറ്റിയ? തീപ്പെട്ടിക്കകത്ത് വെള്ളം ഒഴിച്ചവൻ കുടിസാറിന്റെ പണിയാ. ആ ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. എന്നാ 2 കോഴിയെ കൂടെ കെട്ടി തൂക്കണം. എന്റെ അമ്മേ ഇതെന്തത്? ഇന്ന് ഡിസംബർ 7 ഏതോ പള്ളിക്കാർ നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല നിറനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രേ വർത്തമാനവും എന്തൊക്കെ വായിലിരിക്കും നമ്മൾ കേട്ടാ പറ്റും. അച്ഛൻ്റെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ ഇവനെ ഉറക്കത്തിൽ നിന്നെടുത്തൊന്ന് മാറ്റി കിടത്തിയെന്ന് പറഞ്ഞാൽ സ്വസ്ഥത സമാധാനമായിട്ടല്ല, സ്വസ്ഥത സമാധാനമായിട്ട് കിടന്നുറങ്ങി. അപ്പം എന്തിനാ എന്നെ ഇടയ്ക്ക് ഉണർത്തുക അങ്ങോട്ട് മാറ്റി കിടത്തുകയും ചെയ്യുന്നതെന്ന്. ഏറ്റവും വലിയ ചീത്ത എന്ന് പറയുമ്പോൾ വിളിക്കുന്നത് പോടാ മണ്ട, എന്നെ വിളിക്കുന്ന എടാ പോടാ മണ്ട, മണ്ടച്ചാരെ. അങ്ങനെ ദേഷ്യം സഹിക്കാൻ വരുമ്പോഴാണ് പറഞ്ഞത് എനിക്ക് അമ്മയോ എൻ്റെ അമ്മയല്ലേ അമ്മു, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ ചെന്നാൽ നിന്നെ പറഞ്ഞു വിട്ടേക്കട്ടെ. എവിടെ ചെന്ന് സ്പൈഡർമാൻ്റെ സോക്സ് കൊടുത്ത് അല്ല ഗ്ലൗസ് കൊടുത്തിങ്ങി പോരാന്ന്. എടാ ആരാടാ പട്ടിണി? അപ്പയാണോ പട്ടിണി? കിടുവാണോ പട്ടിണി? ആ ചുലമ്മ എല്ലാവർക്കാണ് കൊടുക്കുന്നേ ആണോ? അപ്പയാണോ പട്ടിണി? സമാധാനം. ഒരു ദിവസമെങ്കിലും പറഞ്ഞല്ലോ, പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടാൽ അവർക്ക് ശരിക്കും ഞങ്ങൾ ഇവനെ ഇവിടെ പട്ടിണി കിട്ടേ പോകുന്നു. ചുലുവമ്മ എല്ലാം ഇവ എന്തെങ്കിലും ഇവ വശം അല്ല ഇവ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും അമ്മ എനിക്ക് എന്തെങ്കിലും ഒന്ന് വിളമ്പി തരുന്നത്, ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്. അപ്പോൾ മോന്തെ അങ്ങ് ഇത്ര ആവും. എല്ലാം ചുലുവമ്മ അപ്പയ്ക്കേ കൊടുക്കത്തുള്ളൂ. ഞാൻ ഈ വീട്ടിൽ പട്ടിണിയാ. ഞാനൊരു കൊച്ചു കുഞ്ഞല്ലേ, 3 വയസ്സുള്ള കുഞ്ഞ്. ഞാനൊരു കുഞ്ഞല്ല, ഞാനൊരു ഫോണല്ല, ഇത്രയൊരു ഫോണ്. ദേഷ്യം പിടിക്കുക. ഞാനൊരു കൊച്ചു കുഞ്ഞല്ല, ഞാൻ ഇത്രയുള്ളൊരു മൊബൈലല്ല ചോദിച്ചുള്ളൂ, ഇത്രയുള്ളൊരു ഫോൺ, ഒരു വീഡിയോ കാണാൻ. ഇച്ചിരി ഫൈഡർമാൻ, 4 ഫൈഡർമാൻ, 3, 4, 5, 8, 10 ഫൈഡർമാൻ കണ്ടിട്ട് വരാം. അന്നടാ അണ്ണാണി പറഞ്ഞു പിന്നെ റൂം തുറക്കാതെ കിടക്കുവാണെങ്കിൽ വരുമ്പോഴത്തേക്ക് പൊടി അടിച്ചിട്ടേക്കണമെന്നേ, തൂത്തിട്ടേക്കണമെന്ന്. അപ്പൊ ഇതിനെന്തെല്ലാം കേട്ടിട്ടുണ്ടാ. അപ്പേ നമുക്ക് അമ്മൂന്റെ മുറി മൊത്തം തൂത്തുവാരി വൃത്തിയാക്കിയിടാം. അമ്മൂന്റെ അടിയപ്പയ്ക്ക് കിട്ടിയിട്ടില്ലല്ലോ, അമ്മൂന്റെ അടിയപ്പയ്ക്ക് കിട്ടിയിട്ടില്ലല്ലോ. അച്ചയ്ക്ക് കിട്ടുന്നന്ന്, അച്ചയ്ക്കോടാ അച്ചയ്ക്ക് കിട്ടുന്നന്ന്. അച്ഛേ എല്ലാരും മണിയമ്മയൊക്കെ അമ്മ നല്ലോന്ന് എന്നോട് പറഞ്ഞു. എടാ കൊടുവിന്റെ കാര്യം പറയുമോ നീ ആരോടേലും? പറയല്ലേ. അച്ചാച്ചി വേറെ വെള്ളം കൊണ്ടുവന്നു, നല്ല തണുത്ത വെള്ളം. അത് കൊടുത്തോ കൊടുത്തോ കൊടുത്തോ, അത് നോക്കത്തൊന്നു തന്നെയാ. എടാ കൊടുവിന്റെ കാര്യം ആരോട് പറയല്ലേ. അടുക്കള വാതൊക്കെ വന്നിന്ന് കിടന്ന് കരയുക. തുറന്നു വിട്ടാലേ വെളിയിൽ പോത്തില്ലേ. എന്റെ മഴ വരുന്നിട്ട് ഞാൻ പോട്ടടി, നിങ്ങൾക്കൊക്കെ ധൈര്യമുള്ളവരാ.
അമ്മ എന്താ മഴ തൊലിച്ചു ഒലിച്ചു പോകുന്നില്ല എനിക്ക് മഴയത്ത് ഇത്ര വിഷമപ്പെടാൻ അമ്മ എന്തോന്നു മാക്കാച്ചിയോ അല്ലേ മോ മഴയത്ത് ഇത്ര വിഷമിക്കാൻ അമ്മ ഒരു മാക്കാച്ചി തവളയോ കുരുത്തം കെട്ടതിന്റെ കാരണം ഇത് ആ മെഴുകുതിരി എല്ലാം ഇരുന്ന് നുള്ളി പറിക്കായിരുന്നു കമ്പിട്ട് കുത്തുക നുള്ളിപ്പറിക്കല്ലാതെ ഒലിച്ചിരുന്നത് ഇളക്കി ഇതിൽ തന്നെ തിരിച്ചു വെക്കാം. ചില സമയം ചിലർ ചെയ്യുന്നുണ്ട് ഈ മെരു കുഴുക്കി കയ്യിലോട്ട് ഒഴിക്കും എന്നിട്ട് അത് ഇളക്കും. അതില്ല കേട്ടോ. നീ കർഷകനാണോ? ആ ഗ്ലാസിൻ്റെ കളഞ്ഞു. നമുക്കിതൊന്ന് പറയാം. വെളുത്തല്ലോ കുളിച്ചോ? മുടി അത് സെറ്റായിട്ടോ. ആ അമ്മ വന്ന് മുടിയൊക്കെ എന്തോ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. സുലമ്മയുടെ ഹെയർ ഓയിൽ ടിപ്പ് വേണ്ട എല്ലാവർക്കും അച്ചാച്ചി ചെയ്തു തരും. അച്ചാച്ചി അമ്മയ്ക്ക് എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്ന കാണിച്ചു തരും. ഏതിൻ്റെ ഈ ഇരിക്കുന്നതിൻ്റെ ആണോ അമ്മു? അല്ല കൊടു. കൊടുവിൻ്റെ കാര്യം പറയുവാണോ? അത് വേറെ ഇത് കൊടു. അയ്യോ എന്തുവാടാ കൊടുവിൻ്റെ ചോദിച്ചെന്തുവാണ്? എന്താ മോനെ കൊടുവിന്റെ കാര്യം? അല്ല കൊടു കൊടുവരാ അമ്മൂന്റെ മൂന്നാമത്തെ മോൻ. അമ്മൂന്റെ മൂത്ത മോനെ ഞാൻ പറഞ്ഞു. എടാ അമ്മൂന് മൂത്ത ഒരു മോനുണ്ടായിരുന്നു കൊടു. രണ്ടാമത്തെ കുട്ടുവാവേ മൂന്നാമത്തെ ഇവന് വന്നല്ലോ. ആ കൊടു എന്ന് പറഞ്ഞൊരു കുരുത്തങ്കെട്ട ചെറുക്കനായിരുന്നു. ഒരു ദിവസം കുരുത്തങ്കേട് കാണിച്ചാൽ അമ്മു കാലിലെ പിടിച്ചൊരു ഒറ്റ അടി അടിച്ചൊരു കുഴി തോണ്ടി അതിനകത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ തൊട്ട് വായും പൊളിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു പറയല്ല ആരോടും അമ്മൂനെ പോലീസ് കൊണ്ടുവന്ന്. ഞാൻ പറയും അതെനിക്കെന്താ കാര്യം പോലീസ് കൊണ്ടുവിട്ടെന്ന്. അല്ല അതിനെനിക്കെന്താ കാര്യം? ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതോ മീൻകറി അടുപ്പത്തിരിക്കുന്നു. അതെ ഈ ഇരിക്കുന്ന സുരേഷൻ പിള്ളയാ, ഷെഫ് പിള്ളയല്ല. ഇത്ര വലിയതൊക്കെ അടിക്കാറായോ? അല്ല ഇതെപ്പോഴാവുന്നതെന്ന് ഞാൻ പറയാം. നീ ഇരിക്കുന്ന സുരേഷൻ പിള്ളയാ, ഷെഫ് പിള്ളയല്ലെന്ന്. പെട്ടെന്നാവാൻ ഉണ്ടോ ഇത്രയൊക്കെ. വാഴപ്പഴം വലുതാണോ വേണ്ടേ? പോടാ അവിടെ നിന്ന്. ആ എന്നിട്ട് എങ്ങനെയാണ് കളയുന്നത്? വണ്ടിക്കാ പിന്നെ ചാക്കിലാ? എങ്ങനെയാണോ പോകുന്നത്? ഏത് വണ്ടിക്കാ പോകുന്നത്? കാറിനാണോ സ്കൂട്ടറിനാണോ? കാറിനാണോ? കാറിന് കൊള്ളത്തില്ലടാ. സ്കൂട്ടറിലാണെങ്കിൽ ഫ്രണ്ട് ആ സൈഡിൽ ഇരുന്നോളുമായിരുന്നു ചാക്കിനകത്ത്. കണ്ണുനീര് തുടച്ചിട്ട് പറ. എന്നെ എന്താ ചെയ്തിട്ടാ ഞാനിപ്പോ കിഴക്ക് വന്നേ? എന്നെ എന്തിനാ ഇപ്പൊ പിച്ചിയേ? ഞാനും പിച്ചുവല്ലോ. പിച്ചു നീ ചിരിക്കുന്ന. അമ്മ വന്നത് പോവാനാണോ? എങ്ങോട്ടാ ഓടുന്ന ഇരുട്ടത്ത്? അവൾ എടുത്തിട്ട് ഉരുട്ട് നിന്നെ. എന്നെ പോലെ അല്ല മോനെ. വിളിച്ചോ ഇപ്പൊ കാണാറുണ്ട്. ആ ഒരു മേശ ഓടിക്കാൻ നോക്കി. അച്ചാറിന്റെ ചാറും കയ്യേലാക്കി തവിയും കളഞ്ഞെന്ന് പറ പോലീസുകാരോടെ. വിളിച്ചോ പോലീസിനെ വിളിക്ക്. ആ കൊള്ളാം. നീ പോലീസിനെ വിളിച്ചോ. അല്ലെ ഞാൻ വിളിക്കട്ടെ? ഹലോ പോലീസുകാരാണോ? ചിറ്റാറ് പോലീസ് സ്റ്റേഷനിലെയാ? ഹലോ പോലീസുകാരാ, എത്രയും പെട്ടെന്ന് വന്നാൽ മതി. ഞങ്ങളാ തോടിൻ്റെ അവിടുത്തെ സ്ഥലത്തോട്ട് വരണേ. അവിടെ ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്. ലാത്തിയും കൂടെ കൊണ്ടുപോകും. ഒരു പന്ന ചെറുക്കനും അവൻ്റെ ഒരു അച്ചാച്ചി, രണ്ടുപേരെയും കൊണ്ടു. അല്ല ഒരു കാര്യം, ആ ചെറുക്കനെ ഇവിടെ കെട്ടിയിട്ടിട്ട് അച്ചാച്ചിയെ കൊണ്ട് കളഞ്ഞേരെ. ആ ഇപ്പം വരാമെന്നോ? ആ പട്ടി വരയ്ക്കുന്നുണ്ട്, താഴെ എത്തിയെന്ന് തോന്നുന്നു. പിടിക്കോടാ നിന്നെ. ആ ശരി സാർ, ശരി ഓക്കെ സാർ. തോക്കൂടെ കൊണ്ട് അവനെ വെടിവെക്കാം നമുക്ക്. അമ്മ എത്രയും നല്ല കാലാവസ്ഥയായിട്ടമ്മ തിരിച്ചു പോകും. ജീവിതം ആഘോഷിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ പ്രാരാബ്ദം പറഞ്ഞോണ്ട് പോവാതെ രണ്ട് വീട്ടിൽ പോന്നു. എടാ ചുലുവമ്മ പോവാന്ന് നിന്റെ വഴക്ക് കാരണം. അമ്മ തന്നെ ഇറങ്ങാൻ നിൽക്കല്ലേ പറഞ്ഞു വീഴും. അമ്മ ഇപ്പൊ എടുത്തു കൊണ്ടുവയ്ക്കും.